ഹായ് ചങ്ങാമാരെ, ഇന്ന് വീക്ക് ഓഫ് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ വിചാരിച്ചു. പുറത്തോട്ട് പോകാൻ നേരൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ പുറത്തെത്തി കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ 3 പേരും പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡിയായി തുടങ്ങി. പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോഴാണ് മാൾ പറഞ്ഞത് നമുക്ക് ഇളനീര് വാങ്ങിക്കാൻ പോയെന്ന്. നൈറ അവളുടെ പഴയ കണ്ണട അടിച്ച് പൊട്ടിച്ചത് കാരണം അവൾ ഇന്നലെ പോയിട്ട് പുതിയൊരു കണ്ണട വാങ്ങി. അതിൻ്റെ അഹങ്കാരമാണ് അവൾക്ക്. നൈറയ്ക്ക് പുറത്തോട്ട് പോയി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നടക്കാൻ ഭയങ്കര മടിയുമാണ് അവൾക്ക്. താഴെ റോഡിലെത്തി അവളോട് നടക്കാൻ പറഞ്ഞപ്പോൾ അവൾ 2 മിനിറ്റ് നടന്നു. അപ്പോൾ തന്നെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. വണ്ടി ആഴ്ചയിൽ ഒരിക്കലേ എടുക്കുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത്. ഇവിടെ നല്ല വെയിലാണിപ്പോൾ. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ നേരെ ഇളനീര് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇളനീര് കിട്ടും, പക്ഷേ അവിടെ നമ്മൾ ഒരു ഇളനീരിന് 70 രൂപ, 75 രൂപ, 60 രൂപയൊക്കെ കൊടുക്കണം. 2 മിനിറ്റ് പുറത്തെ കാഴ്ചകൾ കണ്ട് അതിനുശേഷം നേരെ ഉറക്കം തുടങ്ങി. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എപ്പം നോക്കിയാൽ ട്രാഫിക്ക്. ആകെ 4 കിലോമീറ്റർ ഞങ്ങൾ എടുത്തത് അരമണിക്കൂർ. ദേ കണ്ടോ, ഞങ്ങളെ അവിടുന്ന് കിട്ടുന്ന അതേ വലിപ്പമുള്ള ഇളനീര് ഞങ്ങൾക്ക് ഇവിടെ വന്ന 20 രൂപയ്ക്ക് കിട്ടും. ഇവിടെ ഈ ഒരു വണ്ടി മാത്രമായിട്ടോ ഉള്ളത്. ഈ റോഡിന് 2 സൈഡിലായിട്ട് 4 വണ്ടികൾ ഇവിടെ ഇതുപോലെ ഇളനീര് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലം നോക്കി പോയതാണ്, പക്ഷേ ഞങ്ങളിവിടെ എത്തി 2 സെക്കൻഡിനുള്ളിൽ അവിടെ മൊത്തം തിരക്കായി. ഇവിടെ ഇപ്പം നല്ല ചൂടായത് കാരണം ഇതുവഴി പോകുന്ന എല്ലാവരും ഇവിടുന്ന് ഇളനീര് കഴിച്ചിട്ടാണ് പോകുന്നത്. എല്ലാവരും അവിടുന്ന് കഴിക്കുന്നുണ്ടേ, ഞങ്ങൾ അവിടുന്ന് കഴിച്ചില്ല. ഞങ്ങൾ 6 ഇളനീര് പാഴ്സൽ വാങ്ങിച്ചു. നല്ല വെയിലായ കാരണം ഞങ്ങൾ പിന്നെ വേറെ എവിടെയും കയറിയില്ല. പിന്നെ നേരെ ഉറക്കായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീക്കെൻഡിൽ കാണാം.